സെമിനാറാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ഈ പരിപാടിയുടെ അധ്യക്ഷനായി ശ്രീ നെടുമ്പന അജയകുമാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. പ്രിയമുള്ളവരെ, പട്ടികജാതി പട്ടികവർഗ എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് അസോസിയേഷൻ സിപിഐയുടെ 2 ദിവസങ്ങളിലായി സംസ്ഥാന സമ്മേളനം കൊണ്ടു നടക്കുകയാണ്. നാളെ രാവിലെ 10 മണി മുതൽ പ്രതിനിധി സമ്മേളനം, ആ സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കപ്പെട്ട സെമിനാറാണ് ഇവിടെ തുടങ്ങുന്നത്. ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത് എത്രയും പ്രിയപ്പെട്ട കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീ OR കേളു അവர்களായിരുന്നു. ഗവൺമെന്റിന്റെ പ്രത്യേക പരിപാടി അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ജില്ലയിൽ പരിപാടി ഉള്ളതുകൊണ്ട് മന്ത്രിസഭയുടെ പ്രത്യേക തീരുമാനപ്രകാരം അദ്ദേഹം നമ്മുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാം എന്നറിയിച്ചിരുന്നുവെങ്കിലും ഇന്നത്തെ പ്രത്യേക സാഹചര്യം മനസ്സിലാക്കി അദ്ദേഹം കണ്ണൂരിലേക്ക് പോയിരിക്കുകയാണ്. അതുകൊണ്ട് എത്രയും പ്രിയപ്പെട്ട മന്ത്രി എത്തില്ല എന്ന് അദ്ദേഹത്തിൻ്റെ ഓഫീസ് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യേണ്ടതായിട്ടുണ്ട്. കേരളത്തിലെ പട്ടിക വിഭാഗങ്ങളെ സംബന്ധിച്ച് വർത്തമാന കാലഘട്ടത്തിൽ ഒട്ടനവധിയായിട്ടുള്ള വിഷയങ്ങളെ അഭിമുഖീകരിക്കുന്ന ഈ ഘട്ടത്തിൽ പട്ടിക വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരും സർവീസിൽ നിന്ന് വിരമിച്ചിട്ടുള്ള ആളുകളും ചേർന്ന് രൂപം കൊടുത്തിട്ടുള്ള ഈ സംഘടനയുടെ സംസ്ഥാന സമ്മേളനം ഇന്നും നാളെയുമായി നടക്കുകയാണല്ലോ. സമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് സംവരണം പ്രതീക്ഷയും വെല്ലുവിളികളും എന്ന വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സെമിനാർ ആരംഭിക്കുകയാണ്. ഈ സെമിനാറിന് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ഈ സംഘടനയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രിയങ്കരനായ വൈസ് പ്രസിഡന്റ്, സംഘാടക സമിതിയുടെ പ്രിയങ്കരനായിട്ടുള്ള ശ്രീ ജി സത്യശീലൻ, ജനറൽ കൺവീനറെ, നിങ്ങളെല്ലാം അനുവാദത്തോടുകൂടി സ്നേഹപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. ശ്രീ നെടുമ്പന അജയകുമാർ, ഇതിൻ്റെ കോർഡിനേറ്ററായ ശ്രീ ദേവരാജൻ, ഈ യോഗം മന്ത്രിക്ക് പകരമായി ഉദ്ഘാടനം ചെയ്യുന്ന ഡോക്ടർ സാഗർ, വിഷയം അവതരിപ്പിക്കുന്ന ശ്രീ കെ അംബുജാക്ഷൻ, ഇതിൽ പങ്കെടുക്കുന്ന ശ്രീ മനോഹരൻ, ശ്രീ ദേവരാജൻ, ശ്രീ ബൈജു പുലാക്കാട്, ഈ സമ്മേളനത്തിന് സ്വാഗത സംഘത്തിൻ്റെ ചെയർപേഴ്സൺ ശ്രീമതി മനോജ് ടീച്ചർ, ഖജാൻജി ശ്രീ രമേഷ് കുമാർ, സെക്രട്ടറി ശ്രീ സുരേഷ് കുമാർ, ശ്രീമതി പ്രീത, പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ സംഘടനയുടെ സമ്മേളനം ഇന്ന് ഈ സെമിനാറോടുകൂടി ആരംഭിക്കുക. ഇന്ന് നാളെയുമായി ഈ സമ്മേളനം ചേരുമ്പോൾ ഈ സംസ്ഥാനത്തെ പട്ടികജാതി വിഷയങ്ങളിലാകെ ഒരു ചർച്ചയും തീരുമാനങ്ങളും ഒക്കെ ഞങ്ങളെടുക്കും. അതിനുവേണ്ടി കൂടിയാണ് ഈ സമ്മേളനം ചേർന്നത്. ഞാൻ അതിൻ്റെ വിഷയങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഞാൻ എൻ്റെ
കർത്തവ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് കേരളത്തിലെ പട്ടികജാതിക്കാർ, ഇന്ത്യയിലെ പട്ടികജാതിക്കാരും ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷനായ ശ്രീ അജയകുമാറിനെ ഞാൻ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ സെമിനാറിന്റെ ഉദ്ഘാടകനായ ഡോക്ടർ സാഗർ, അദ്ദേഹത്തിനെ ആദരപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തെ കുറിച്ച് വളരെ വിശദമായിട്ടൊന്നും നിങ്ങളോട് എനിക്ക് പറയേണ്ടതില്ല. എങ്കിൽ തന്നെയും ഈ സംഘടനയ്ക്ക് വളരെ കരുത്തും ശക്തിയുമൊക്കെ പകരാനായ അദ്ദേഹത്തിന്റെ ബുദ്ധിയും ശക്തിയുമൊക്കെ ഇതിനായി വിനിയോഗിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ ആദരപൂർവ്വം ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ വിഷയം അവതരിപ്പിക്കാൻ എത്തുന്ന ശ്രീ കെ അംബുജാക്ഷൻ, പട്ടികജാതി വിഷയങ്ങളിൽ അതീവ താല്പര്യമുള്ള, അതീവ പ്രാവീണ്യമുള്ള ശ്രീ അംബുജാക്ഷൻ സാറ് എത്തിച്ചേരും. അദ്ദേഹത്തെ ആദരപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ സെമിനാറിൽ പങ്കെടുക്കുന്ന ശ്രീ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി ഈ സ്വാഗത സംഘത്തിന്റെ പേരിലും ഹാർദമായി സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് എന്റെ അഭിവാദനം. പ്രിയമുള്ളവരെ, സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന എത്രയും പ്രിയങ്കനായ ഡോക്ടർ സാഗർ പി ദേവലപ്പുറം, വിഷയം അവതരിപ്പിക്കാൻ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്ന എത്രയും പ്രിയപ്പെട്ട ശ്രീ കെ അംബുജാക്ഷൻ അവർകൾ, നമ്മുടെ ഈ സെമിനാറിൽ പങ്കെടുക്കുന്ന ശ്രീ മനോഹരൻ കണ്ണനല്ലൂർ, ശ്രീ സി ദേവരാജൻ അവർകൾ, ശ്രീ ബൈജു പ്ലാക്കാട്, ഇവിടെ സ്വാഗതം ആശംസിച്ച സംഘാടക സമിതിയുടെ ജനറൽ കൺവീനർ ശ്രീ ജി സത്യശീലൻ അവർകൾ, ശ്രീമതി മനോജ ടീച്ചർ, സംഘടനയുടെ സംസ്ഥാന ഭാരവാഹികൾ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ, ഈ സമ്മേളനം കാണുവാനും വീക്ഷിക്കുവാനും എത്തിയിട്ടുള്ള പത്രമാധ്യമ സുഹൃത്തുക്കൾ, പ്രിയപ്പെട്ട നാട്ടുകാരെ, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, കേരളത്തിലെ പട്ടിക വിഭാഗങ്ങളുടെ സംഘടനയായി രൂപപ്പെട്ട് കഴിഞ്ഞ ഒരു വർഷക്കാലമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സീപ്പ എന്ന സംഘടനയുടെ സംസ്ഥാന സമ്മേളനത്തിന് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. സൂര്യസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ അടിമത്തത്തിൽ നിന്നും ഇന്ത്യ സ്വതന്ത്രമായിട്ട് 77 സംവത്സരങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. 77 സംവത്സരങ്ങൾ പിന്നിടുമ്പോൾ രാജ്യത്തെ പട്ടിക വിഭാഗങ്ങൾ, അധസ്ഥ ജനവിഭാഗങ്ങൾ, അസ്പൃശ്യരായിട്ടുള്ള ആളുകൾ, അവരുടെ എല്ലാം സാമൂഹിക അവസ്ഥ ഒന്ന് പരിശോധിക്കുമ്പോൾ വട്ടപൂജ്യത്തിൽ നിൽക്കുകയാണ് ഈ ജനവിഭാഗങ്ങളുടെ അവസ്ഥ. അങ്ങനെ അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് നമ്മുടെ ഭരണകൂടങ്ങൾ, രാഷ്ട്രീയ നേതൃത്വങ്ങൾ, രാജ്യത്തെ പരമോന്നത നീതിപീഠങ്ങളിലൊക്കെയും ഈ സമൂഹത്തിന് നേരെ വടിവാൾ വീശുന്ന ഒരു സാഹചര്യം സംജാതമായിരിക്കുകയാണ്. ആ സാഹചര്യത്തിന് ഏറ്റവും അവസാനമായിട്ടുള്ള ഉത്തമ ഉദാഹരണങ്ങൾ ഒന്നാണ് 2024 ആഗസ്റ്റ് മാസം 1-ാം തീയതി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള DY ചന്ദ്രചൂഡ് എന്ന് പറയുന്ന ഇപ്പോ വിരമിച്ച് പുറത്തുപോയ DY ചന്ദ്രചൂഡിന്റെ നേതൃത്വത്തിലുള്ള 7-അംഗ ബെഞ്ച് ഒരു സുപ്രധാനമായ വിധി നമ്മുടെ രാജ്യത്ത് പ്രഖ്യാപിക്കുകയാണ്. രാജ്യത്തെ അടിസ്ഥാന ജനവിഭാഗങ്ങളെ തട്ടുകളായി തിരിച്ചുകൊണ്ട്, അവരുടെ ഇടയിൽ സ്പർദ്ധ വർദ്ധിപ്പിച്ചുകൊണ്ട് ഭിന്ന അഭിപ്രായങ്ങൾ സ്വരൂപിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിന്റെ ഭാഗമായി ജാതിയും ഉപജാതി സംവരണം അടക്കമുള്ള കൊണ്ടുവന്ന ഈ രാജ്യത്തെ പിന്നോക്കക്കാരന്റെ, ദളിതന്റെ, ഈ രാജ്യത്തിന്റെ അടിസ്ഥാന ജനവിഭാഗങ്ങളെ വിഭിന്നമാക്കുന്ന തരത്തിലേക്കുള്ള കോടതി വിധികൾ വന്നുകൊണ്ടിരിക്കുകയാണ്.
ഇതിനെ നിയമപരമായും അല്ലാതെയും നമ്മൾ ചെറുക്കേണ്ടതായിട്ടുണ്ട്. അത്തരം നയസമീപനങ്ങൾ സ്വീകരിക്കുമ്പോൾ കണ്ണും പൂട്ടി ഇന്നലകളിൽ നിന്നതുപോലെ നമുക്ക് നിൽക്കാൻ കഴിയില്ല എന്ന് പ്രഖ്യാപിക്കുന്ന നയപരമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്ന സമ്മേളനമായി കൊല്ലത്തെ സംസ്ഥാന സമ്മേളനം മാറ്റിയെടുക്കുവാനുള്ള പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾ സെമിനാർ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഈ സംഘടിപ്പിക്കപ്പെട്ട സെമിനാറിന്റെ മുഖ്യ വിഷയം സംവരണം, പ്രതീക്ഷയും വെല്ലുവിളികളും എന്നതാണ്. വളരെ അർത്ഥവ്യാപ്തിയുള്ള എത്രയോ വർഷങ്ങളായി കേരളത്തിലെ പൊതുസമൂഹത്തിൽ ഇന്ത്യയുടെ നെറുകയിൽ ചർച്ച ചെയ്യപ്പെടുന്ന സംവരണം എന്ന വാക്ക്, അതിനെ അധികരിച്ചുള്ള ചർച്ചയും വിഷയമാണ് ഇവിടെ ഇന്ന് അവതരിപ്പിക്കുന്നത്. ഈ സംവരണവുമായി ബന്ധപ്പെട്ട വിഷയം ഇപ്പോ അവതരിപ്പിക്കുവാൻ എത്തുന്ന നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ശ്രീ കെ അംബുജാക്ഷി സാർ ഉടൻ തന്നെ എത്തിച്ചേരും. അദ്ദേഹം ഈ സംവരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ആധികാരികമായി സൂചിപ്പിക്കുമെന്നുള്ളതുകൊണ്ട് ആ വിഷയത്തിലേക്ക് ഞാൻ കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പല ആളുകളും ചോദിക്കുന്നുണ്ടോ, എന്തിനാണ് പട്ടികവിഭാഗങ്ങൾക്ക് ഒരു സംഘടന എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പറയാനുള്ളത്, ഈ രാജ്യത്തെ ഈ പ്രത്യേകിച്ച് കേരളത്തിൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായി പ്രവർത്തിക്കുന്ന സംഘടനകളുണ്ട്. ജീവനക്കാരുടെ അവകാശം നേടിയെടുക്കുവാനും നേടിയെടുത്ത അവകാശം സംരക്ഷിക്കുവാനും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നേതൃത്വം കൊടുക്കുന്ന സർവീസ് സംഘടനകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ജീവനക്കാരുടെയും അവരുടെ അവകാശങ്ങളെ പരിരക്ഷിക്കുവാൻ സർവീസ് സംഘടനകൾ ഒരു ചുക്കും ചെയ്തില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട്, ആ ഒരു തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് സീപ്പ എന്ന പ്രസ്ഥാനം ഞങ്ങൾ രൂപീകരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വരുന്ന നാളുകളിൽ ജീവനക്കാരുടെ വിഷയങ്ങൾ മാത്രമല്ല, സർവീസിൽ നിന്ന് വിരമിച്ചവരുടെ പ്രശ്നങ്ങൾ മാത്രമല്ല, ഈ സംസ്ഥാനത്തെ പാവപ്പെട്ടവന്റെ പട്ടികവിഭാഗത്തിന്റെ അധസ്ഥ ജനവിഭാഗങ്ങളുടെ ഒന്നാകെ വിഷയങ്ങൾ, സാമൂഹികപരമായ വിഷയങ്ങൾ, വിദ്യാഭ്യാസപരമായ പ്രശ്നങ്ങൾ, ഭൂമിയുടെ പ്രശ്നങ്ങൾ, വിദ്യാഭ്യാസ പ്രശ്നങ്ങൾ, അവരുടെ തൊഴിൽ പ്രശ്നങ്ങൾ ഒക്കെ പരിഹാരം കാണുവാനുള്ള ആത്മവിശ്വാസത്തോടെ ആ പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകാൻ പ്രതിജ്ഞാബദ്ധമാണ്. ഞങ്ങൾക്കറിയാം, ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ഈ നാടിന്റെ പിന്തുണ ഉണ്ടാകണം, ഈ നാട്ടിലെ മുഴുവൻ സഹോദരങ്ങളുടെയും പിന്തുണ ഉണ്ടാകണമെന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഈ സമ്മേളനത്തിലേക്ക് ശ്രീ കെ അംബുജാക്ഷി സാർ എത്തിയിട്ടുണ്ട്. നമുക്കറിയാം, സെന്റർ ഫോർ ഗേൾസ് സർവീസ് കേരള ചാപ്റ്ററിന്റെ ഡയറക്ടറാണ്, ദളിത് ചിന്തകനാണ്, അധ്യാപകനാണ് തുടങ്ങിയ മേഖലയിൽ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആളല്ല. അതുകൊണ്ട് ദീർഘമായി ഞാനൊന്നും പറഞ്ഞു പോകാതെ, നമ്മളെല്ലാം, ഞാൻ നിങ്ങളൊക്കെ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് ശ്രീ അംബുജാക്ഷി സാറിന്റെ പ്രഭാഷണം കേൾക്കുന്നതിന് വേണ്ടിയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ദീർഘമായി ഒന്നും തന്നെ പറയാതെ, വരും നാളുകളിൽ ഈ സംഘടന പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും പരിപൂർണമായ പിന്തുണ ഉണ്ടാകണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സെമിനാർ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി എത്രയും പ്രിയപ്പെട്ട ഡോക്ടർ അംബേദ്കർ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ മുൻ ചെയർമാൻ ഡോക്ടർ സാഗർ ടി തേവലപ്പുറത്തെ വളരെ ഹൃദയബന്ധത്തോടെ സ്നേഹപൂർവ്വം അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. ഏറ്റവും സ്നേഹവും ബഹുമാനമുള്ള ഈ മഹാസമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ, സീപ്പയുടെ ആദരണീയനായ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ നെടുമ്പന അജയകുമാർ, ഇവിടെ സ്വാഗതം ആശംസിച്ച ഏറ്റവും സ്നേഹവും ബഹുമാനമുള്ള സംസ്ഥാന കോർഡിനേറ്റർ ശ്രീ സി ദേവരാജൻ അവർ,